ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് എനിക്ക് വിദേശത്തേക്ക് ജോലി കിട്ടി പോകാനായിട്ടുള്ളൊരു സാധ്യത തെളിഞ്ഞു വന്നായിരുന്നു. അപ്പം ആൻസി എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ച എന്നെയല്ലേ, ജോലിയല്ലല്ലോ, കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഒരുമിച്ച് കഴിഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ്, ഞങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്, ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സാമ്പത്തികമോ മറ്റു കാര്യങ്ങളോ അല്ല. ഞങ്ങൾ മക്കളെ സ്വീകരിച്ചപ്പോഴേക്കും ഓരോ മക്കളെ കർത്താവ് തന്നപ്പോൾ അതൊരു പാക്കേജ് ആയിരുന്നു. അതിനകത്ത് വേണ്ട ആ കുഞ്ഞിനെ പോറ്റാനായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കർത്താവ് തന്നിട്ടുണ്ട്. അപ്പം നവദമ്പതികളോട് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്, ഒന്ന്, ഏതൊക്കെ സാഹചര്യമാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനായിട്ടായിരിക്കണം അവർ തീരുമാനിക്കേണ്ടത്. കാരണം ദൈവം അവരെ യോജിപ്പിച്ചതാണ്. അത് ജോലിയുടെ പേരിലാണെങ്കിലോ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കാനോ ഉള്ള തീരുമാനം എടുക്കരുത്. ഒരുമിച്ച് തന്നെ ജീവിക്കണം. പിന്നെ മക്കളെ സ്വീകരിക്കുമ്പോൾ ഞാനിനി എന്ത് ചെയ്യുമെന്നുള്ള ആഗ്രഹങ്ങൾ വേണ്ട. കർത്താവ് തരുന്ന മക്കളാണെങ്കിൽ ആ മക്കളെ നോക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കർത്താവ് തന്നെ തന്നിരിക്കും. ഈശോയെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പ്രപ്പോസൽസ് ഫേസ് ചെയ്തിട്ടുള്ളൂ. ഒറ്റയ്ക്കാവുമ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷേ കല്യാണം ആകുമ്പോഴത്തേക്കും, അതുവരെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് ചേർന്ന് ജീവിച്ചിട്ട് കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ആരെങ്കിലും കെട്ടി, വീട്ടുകാരുടെ ഒരു പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്കാരുടെ ഒരു ചിന്ത, ഇമാജിനേഷൻസ് ആയിരിക്കാം, സൗന്ദര്യമായിരിക്കാം വേണ്ടത്, അല്ലെങ്കിൽ നല്ല ജോലി ആയിരിക്കണം, സമ്പത്ത് വേണം. അപ്പം അങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മളൊരു വിവാഹത്തെ, ഒരു പ്രപ്പോസലിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഈശോ എന്നൊരു ഫാക്ടർ അവിടെ വരില്ല. പക്ഷെ എന്തുകൊണ്ട് വിവാഹം എന്നുള്ള കൂദാശയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ദൈവം തന്ന വിൽ പവർ നമ്മൾ എന്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക? ഈശോയെ നിനക്ക് ചേർന്ന്, എൻ്റെ ജീവിത അവസാനം വരെ ചേർന്ന് ഞാൻ നിൽക്കുന്നതനുസരിച്ചുള്ള ഒരു ജീവിത പങ്കാളി എനിക്ക് തരാം, ബാക്കിയെല്ലാം ഞാൻ സഹിക്കാം. കാരണം ഇതാണ് ഏറ്റവും പ്രധാനം എന്ന് വെച്ചിരുന്നാൽ ഈശോ അതെല്ലാം നോക്കി നമ്മളെ ഈശോയുടെ സ്നേഹത്തിൽ നിലനിർത്തും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്.